രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന റെയിൽവേ മേഖലയെ അവഗണിച്ച് കേന്ദ്ര ബജറ്റ്. റെയിൽ അപകടങ്ങൾ കുറയ്ക്കാൻ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല. ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള കേരളത്തിന് ഇത്തവണയും പുതിയ പാതകളോ സർവീസുകളോ ഇല്ല. രാജ്യത്ത് സാമൂഹിക സാമ്പത്തിക ജീവിതത്തിന്റെ ചാലകശക്തിയായ റെയിൽവേ മേഖലയെ പാടെ അവഗണിക്കുന്നതാണ് മൂന്നാം മോദി സർക്കാരിന്റെ കേന്ദ്ര ബജറ്റ്. വെറും 2.52 ലക്ഷം കോടി മാത്രമാണ് ബജറ്റിലെ റെയിൽവേ വിഹിതം. പോയ വർഷത്തേതിൽ നിന്നും 5% മാത്രമാണ് വർധന. പാത ഇരട്ടിപ്പിക്കലിന് കഴിഞ്ഞ വർഷം 35,046 കോടി രൂപ നീക്കിവെച്ചെങ്കിൽ ഇത്തവണ 29,312 കോടിയായി കുറഞ്ഞു. പുതിയ പാതകൾക്ക് 34,410 കോടിയും ബോഗികൾക്ക് 50,325 കോടിയുമാണ്. പ്രധാന പാതകളിൽ ട്രാക്കിന്റെ ശേഷിയുടെ 130 മുതൽ 140 വരെ ശതമാനം ട്രെയിനുകളാണ് ഓടുന്നത്. ഇതുമൂലം രാജ്യത്തെ ട്രെയിനുകളുടെ ശരാശരി വേഗത മണിക്കൂറുകളിൽ 50 കിലോമീറ്ററാണ്. സുരക്ഷ ഉറപ്പാക്കാൻ കവച് സംവിധാനം സാർവത്രികമാക്കാനും ഈ ബജറ്റിലും നിർദ്ദേശമുണ്ടായില്ല. NIP-യിൽ 2015-16 45% റെയിൽവേക്ക് നീക്കിവെച്ചെങ്കിൽ 4ാം വർഷമായപ്പോൾ 15%മായാണ് ഇടിഞ്ഞത്. സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ചയും ട്രാക്കുകൾ നവീകരിക്കാത്തതും മൂലം ട്രെയിൻ അപകടങ്ങൾ തുടർക്കഥയാകുന്ന രാജ്യത്താണ് റെയിൽവേ മേഖലയെ പരിഗണിക്കാതെയുള്ള കേന്ദ്രത്തിന്റെ സമീപനം. 2023-ൽ ഒഡീഷയിലെ ബാലസോറിലുണ്ടായ അപകടം മുതൽ ഉത്തർപ്രദേശിലെ ഗോണ്ടയിലും പശ്ചിമബംഗാളിലെ രംഗപാണി സ്റ്റേഷനിലും ഉണ്ടായ അപകടങ്ങൾ റെയിൽവേ അനാസ്ഥയുടെ ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ്. രാജ്യത്ത് 65% ട്രെയിൻ അപകടങ്ങളും ഉണ്ടാകുന്നത് റെയിൽവേ ജീവനക്കാരുടെ പിഴവാണെന്ന കേന്ദ്ര സർക്കാർ നടത്തിയ റിപ്പോർട്ടുകളിലും പ്രകടമായിട്ടും ബജറ്റിൽ റെയിൽവേയെ പരിഗണിക്കാത്തത് രാജ്യത്തെ ജനങ്ങളോടുള്ള വഞ്ചനയാണ്. കൈരളി ന്യൂസ്, ദില്ലി.